നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഒരു ഓൺട്രപ്രണർ ആണ്, സമീറ. കോഴിക്കോടുകാരിയാണ്. വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സമീറ ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. സമീറയുടെ പ്രൊഫൈൽ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് IAS കാരി ആകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് അല്ലേ? ഇപ്പോ ഓൺട്രപ്രണറായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ്? ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എണ്ണയിൽ തുടങ്ങിയതാണ്, ഇപ്പൊ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ? വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നോ ഇത്രത്തോളം വളരുന്നൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. പറഞ്ഞോളൂ. എങ്ങനെയാണ് യാദൃശികമായി എന്ന് പറയുമ്പോൾ, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് IAS ആകണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ എന്താണ് അതിന് പുറകെ പോകാൻ പറ്റാത്തത്? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. അതിനുവേണ്ടി ഞാൻ 6 മാസം പ്രിപ്പയർ ചെയ്ത ഒരാള് കൂടിയാണ്. പക്ഷേ പിന്നീട് നമ്മുടെ വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതയാവേണ്ട വന്നു. പിന്നീട് പ്രസവവും കുട്ടികളും ഒക്കെ ആയി അങ്ങനെ കുറച്ച് നാളുകൾ പോയി. അതിനുശേഷമാണ് ഞാൻ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു. തൈറോയിഡ് വന്ന് എന്റെ മുടിയൊക്കെ മൊത്തം ഡാമേജ് ആയി. ഡിപ്രഷന്റെ അങ്ങേയറ്റം എത്തി. നമുക്ക് പെണ്ണുങ്ങൾക്ക് മുടിയാണല്ലോ ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മുടെ ദേഹത്ത് നമ്മളെ മുടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് മാറുന്നത്. അപ്പൊ അത് മൊത്തം പോയി കഴിഞ്ഞാല് ആരായാലും ഒന്ന് ഡെസ്പാവും. അതേപോലെ ഞാനും ഡെസ്പായി. അതിനുശേഷമാണ് എന്റെ ഉപ്പുപ്പ വൈദ്യം പഠിച്ച ആളായിരുന്നു. പക്ഷെ മൂപ്പരത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ട് നടന്നിട്ടൊന്നുമില്ല. മൂപ്പര് ബിസിനസ് ഒക്കെ ചെയ്ത് സിംഗപ്പൂരിലായിരുന്നു. എനിക്ക് ഞാൻ അവരുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ ഒരു ടീനേജില്. അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല തരം ഔഷധങ്ങളൊക്കെ ചേർത്തിട്ട് എണ്ണയും ലേഹങ്ങളും കഷായങ്ങളും അരിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് എന്റെ ഉമ്മയുടെ ആ ഒരു അഭിപ്രായത്തോടു കൂടി ഒരു 2 ലിറ്റർ എണ്ണ ഉണ്ടാക്കി എന്റെ തലയിൽ അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഓരോ ഔഷധങ്ങളെ പറ്റി പഠിച്ച് ഞാൻ റിസർച്ച് ചെയ്താണ് ഇന്ന് കാണുന്ന നിലവിൽ കാണുന്ന 33 ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ആ ഒരു ഹെയർ ഓയിലിലേക്കുള്ള ഒരു പരിണാമം എന്ന് പറയുന്നത്. ആ ഹെയർ ഓയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് അത് തേച്ച് അനുഭവസ്ഥയാണ്. മാറി, ഒരുപാട് കാര്യങ്ങൾ മാറി. മുടി കൊഴിച്ചിൽ പോയി, മുടികൾ വളർന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. പക്ഷെ എങ്ങനെയാണ് ഇതൊരു കച്ചവടമാക്കാം, അല്ലെങ്കിൽ മറ്റാളുകൾക്ക് കൂടി എൻ്റെ ഈ ഒരു അറിവ് പ്രയോജനപ്പെടട്ടെ എന്ന് തീരുമാനിച്ചത്? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ചേട്ടനുണ്ട്, മുല്ലപ്പള്ളി ബാബുട്ടൻ. ഞാൻ ഏത് ഇന്റർവ്യൂവിലും പറയുന്ന ഒരു പേരാണ്. എന്റെ ലൈഫിലെ ആ ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ഐഡിയ ആക്കിക്കൂടാ? നിനക്ക് ഇതിനെ കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ പുറത്തുള്ള കുറച്ച് ആളുകൾക്ക് കൂടി ഇതിനെ കൊണ്ട് ഉപകാരം കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ മൂപ്പര് പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് വേണ്ടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് എഡിറ്റ് ചെയ്ത് തന്നത്. അന്ന് കസ്തൂരി ഹെയർ ടോണിക് എന്ന പേരിലാണ് വിപണിയിൽ ഇറങ്ങിയത്. മൂപ്പര് തന്നെയായിരുന്നു എന്റെ ഫസ്റ്റ് സെയിൽസ്മാനും. പക്ഷേ എന്നിട്ട് അദ്ദേഹം തന്നൊരു പ്രചോദനം എങ്ങനെയായിരുന്നു? അദ്ദേഹം എന്താണ് പറഞ്ഞത്? കാരണം അത് കുഞ്ഞുങ്ങളുണ്ടായ ശേഷമായിരുന്നു അല്ലെ? വിവാഹം കഴിഞ്ഞു, അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടായി, അതിനുശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. അസുഖബാധിതയായതും ഒക്കെ അല്ലെ? അതെ 2006-ലാണ് എന്റെ വിവാഹം കഴിയുന്നത്. അതിന് 2012-ലാണ് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത്. ആദ്യത്തെ കുട്ടി 2007 ജനിച്ചു. രണ്ടാമത്തെ കുട്ടി 2011-ലാണ് ജനിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് എനിക്ക് തൈറോയ്ഡ് എന്നെ വല്ലാതെ കീഴടക്കിയത്. എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയപ്പോ അവര് മാനസിക രോഗത്തിനുള്ള ഗുളികയൊക്കെയാണ് ആദ്യം തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്തോ ശാരീരികമായിട്ടുള്ള എന്തോ പ്രശ്നം തന്നെയാണ്, അപ്പൊ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് തൈറോയ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയത്. തൈറോയ്ഡ് അങ്ങേയറ്റം എത്തിയിരുന്നു, ബ്ലഡിലായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് മരണം വരെ മെഡിസിൻ എടുക്കണം എന്നാണ് അന്ന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബാധിച്ചത് ഈ മുടി കൊഴിച്ചിൽ. അപ്പൊ നമ്മൾ എണ്ണ ഉണ്ടാക്കി തേച്ചപ്പോൾ ഫലമുണ്ടായി. പിന്നീട് ഈ ചേട്ടൻ പ്രചോദനം തന്നു, അയൽവാസി കൂടിയായ അദ്ദേഹം പ്രചോദനം തരുന്നു. അങ്ങനെ നമുക്കിത് ബിസിനസ് ആക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വളരെ അടുത്തറിയുന്നവർക്ക് മാത്രമാണോ ആദ്യം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ പിന്നെ കടകളിലേക്കൊക്കെയുള്ള വിൽപ്പന അതൊക്കെ എന്നാണ് തുടങ്ങിയത്? ആദ്യകാലത്ത് എനിക്ക് ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുകളൊന്നും ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്തു തന്നിരുന്നത്. ബോട്ടിൽ എവിടെ നിന്ന് വാങ്ങണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു.
അങ്ങനെ സാധാ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ പോയിട്ടാണ് ബോട്ടിൽസ് ഒക്കെ കളക്ട് ചെയ്തത്. ഇന്ന് കാണുന്ന ആ ഒരു ബോട്ടിൽ അല്ലായിരുന്നു അന്ന്. അന്ന് ഒരു സാധാ ഒരു ലോക്കൽ ബോട്ടിലായിരുന്നു. പക്ഷെ അത് ആളുകളെടുത്ത് നല്ല റീച്ചിലാണ് എത്തിയത് അന്നും. അതിനുശേഷം അതിനുശേഷം 2014 ആയപ്പോഴാണ് എനിക്ക് എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഭീകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എനിക്ക് മെഡിസിൻസ് കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ 2018 ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 1.5 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും. ഇത് സ്ഥിരമാണ്. അദ്ദേഹത്തിന് ആകെ അത്രേ ലീവ് ഉണ്ടാവാറുള്ളൂ. അപ്പോ എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗൈനക്കോളജി ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എല്ലാ ചെക്കും നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കണം, കുറെ നാളായല്ലോ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്രിയാറ്റിൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്, യൂറിക് ആസിഡ് വന്നിട്ടുണ്ട്, പല പ്രോബ്ലംസും എൻ്റെ ആ ഒരു ചെക്ക് ചെയ്ത ലിസ്റ്റിൽ പല പ്രോബ്ലംസും ഉണ്ട്. തൈറോയ്ഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ കേരളത്തിലുള്ള ഒരു ഒട്ടുമിക്ക എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്തും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം, എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മംഗലാപുരത്ത് പോവാം, അവിടെ ഏനപ്പയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അവിടെ നല്ല ട്രീറ്റ്മെന്റും ആണ്, അത്ര വലിയ ഫിനാൻഷ്യലി അത്ര വലിയ ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെയാണ് അവിടത്തേക്ക് പോയി. അവിടെ ചെക്ക് ചെയ്തപ്പോഴാണ് അവര് പറയുന്നത് ലെഫ്റ്റ് കിഡ്നി ഓൾറെഡി ജന്മന ചെറുതാണ്. അത് നമുക്ക് മുൻപേ അറിയായിരുന്നു ചെറുതാണെന്നുള്ളത്. പക്ഷെ ലെഫ്റ്റ് കിഡ്നി ചുരുങ്ങിപ്പോയി, അത് ഡാമേജ് ആയിപ്പോയി. റൈറ്റ് കിഡ്നിക്ക് കൂടെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോ ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും, ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. നമ്മൾ വെറുതെ ജസ്റ്റ് ഡോക്ടറെ കാണാനും ചെക്ക് ചെയ്യാനും വേണ്ടി പോയപ്പോഴാണ് അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. ആ സമയത്ത് എന്റെ ഉമ്മ ഇവിടെ നാട്ടിലില്ലായിരുന്നു. ഉമ്മ ഹജ്ജിന് പോകുന്ന ആ ഒരു ടൈമായിരുന്നു. ഉമ്മയുടെ അനിയത്തിയും എന്റെ ഹസ്ബൻഡും ഞാനും അഡ്മിറ്റിന് വേണ്ടി മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡയാലിസിസ് വാർഡിലാണ് എന്നെ കൊണ്ടുപോയി കിടത്തിയത്. അങ്ങനെ ഡോക്ടേഴ്സ് ഇങ്ങനെ അവര് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവല്ലോ. കന്നഡ ലാംഗ്വേജ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും. അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2 കിഡ്നിയും എടുത്തിട്ട് ട്രാൻസ്പ്ലാന്റ് വേറെ ആരുടെങ്കിലും വെക്കേണ്ട വരും, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഞാൻ മാനസികമായിട്ട് ആകെ തളർന്നു. എനിക്ക് എന്റെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറഞ്ഞു, ഡിസ്കിന് പ്രശ്നം വന്നു, വെരിക്കോസിന്റെ ആ ഒരു പ്രശ്നം കൂടി, ക്രിയാറ്റിൻ കൂടി, പല പ്രശ്നങ്ങളും, വയറ്റില് അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി, തൈറോയിഡ്, ഞാൻ മൊത്തത്തില് ഡാമേജ് ആയി, ഫെഡപ്പ് ആയി എന്ന് പറയാലോ. ബെഡിൽ തന്നെയായി. അവര് നല്ല ട്രീറ്റ്മെന്റ്, അവര് ഇതിനുള്ള കാരണങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. ആ വാർഡില് ഒരു അക്ക ഉണ്ടായിരുന്നു. അവരാണ് നമ്മുടെ കാര്യങ്ങൾ, ഇങ്ങനെ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പൊ അക്ക എന്റെ അടുത്ത് ഇപ്പൊ അടുത്തിടെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ വാർഡില് ഒരാള് പോലും ഇപ്പൊ ജീവനോടില്ല മോളെ, നീ മാത്രമേ ഉള്ളൂ എന്ന്. ആ അക്ക എപ്പോഴും കണ്ണെറിഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്ത് സംസാരിക്കാറുള്ളത്. ആ മരണക്കിടക്കയിൽ നിന്ന് ഇപ്പോ നമ്മൾ കാണുന്ന സമീറ, വളരെ തിരക്കുകളുള്ള സമീറയുടെ പ്രോഡക്ട്സിന് ഒരുപാട് പേര് ആരാധകരുണ്ട്. അവർ വിളിച്ച് റെസ്പോൺസ് അറിയിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, സമീറയെ തിരക്കുന്നു. സമീറയ്ക്ക് സമയമേ ഇല്ല, ഓടി നടക്കുകയാണ്. ആ ഒരു സമീറയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അവിടുന്ന് എന്റെ അടുത്ത് ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, പ്രഗ്നന്റ് ആവാൻ പാടില്ല, എല്ലാ ഫുഡൊന്നും, ബീഫ് അങ്ങനെയുള്ള കുറച്ച് ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല, മെഡിസിൻസ് കഴിക്കാൻ പാടില്ല, അരിഷ്ടം കഷായം ഒന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്കാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇപ്പൊ ഇല്ല. ഞാൻ മെന്റലി സ്ട്രോങ് ആണ്, സേഫ് ആണ്, എനിക്ക് വളരെ പോസിറ്റീവാണ്. എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി എന്തൊക്കെയോ എനിക്ക് ചെയ്യാനുണ്ട്. അന്ന് ഞാൻ ആ ഒരു ഫെഡപ്പായി കിടക്കുന്ന സമയത്ത് എന്റെ ചെറിയ മോനെ ആലോചിച്ചായിരുന്നു ഞാൻ വിഷമിച്ചിരുന്നത്. അയാൾ അന്ന് ചെറിയ പ്രായമായിരുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോ ഞാൻ എനിക്ക് സിസ്റ്റോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാധാരണ മയക്കം ചെയ്തിട്ടാണ് അത് ചെയ്യുക. പക്ഷെ എനിക്ക് പച്ചക്കാണ് ചെയ്തത്. നന്നായിട്ട് വേദനിച്ചു. എനിക്ക് നന്നായിട്ട് എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ആ ഒരു പ്രൊസീജിയേഴ്സോട് കൂടി തന്നെയാണ് ചെയ്തത്. അപ്പൊ നന്നായിട്ട് എനിക്ക് വേദനിച്ചു. 3 ദിവസം ഞാന് ആ ഒരു യൂറിനില് പമ്പൊക്കെ ഇട്ടിട്ടാണ്, വയസ്സന്മാരെ പോലെ പമ്പൊക്കെ ഇട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഡെസ്പൈറ്റ് ഇരുന്നാൽ എന്റെ ചുറ്റുമുള്ള എന്റെ റിലേറ്റീവ്സും എന്റെ ഹസ്ബൻഡും എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ ഫാമിലി മൊത്തം ഒക്കെ ഫെഡപ്പ് ആയിട്ട് ഇരിക്കും.
അവരും ഇങ്ങനെ മെന്റലി വല്ലാണ്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് റിലാക്സ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഞാനൊന്ന് പോസിറ്റീവ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ റിക്കവർ ആയിട്ട് വരും എന്ന് എനിക്ക് തോന്നി. നമ്മളെത്രയും സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ അവര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് സ്വയം ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി എന്റെ അസുഖത്തിന്റെ പേരിൽ ഞാൻ വിഷമിക്കില്ല എന്നുള്ളത്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അല്ലെ. ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പോ നമ്മൾ ഉള്ള കാലത്ത് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ചെയ്യാം. എന്റെ ഈ ഒരു സംരംഭം റീസ്റ്റാർട്ട് ചെയ്യണം, അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അവിടുന്ന് പറഞ്ഞത്. ആദ്യം അദ്ദേഹം എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിനക്ക് പറ്റുമോ, നിനക്ക് അങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം അത് പാഷനാണ്, നമ്മള് ഒരു പാഷനായിട്ട് ചെയ്ത കാര്യമാണ്. അപ്പൊ അതെനിക്കൊരു പ്രൊഫഷൻ ആക്കണം എന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ എന്റെ 3 മാസത്തെ ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ പോയി. അവിടെ സംരംഭക വർഷം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതുവരെ ഞാൻ ലൈസൻസിന് കുറെ നടന്നിട്ടുണ്ടായിരുന്നു. 10 വർഷം 2012 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ലൈസൻസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് യൂണിറ്റ് വേണം, ബിൽഡിംഗ് വേണം, ഡോക്ടർ വേണം, ലാബ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ആ സമയത്ത് അതൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ 2021, 22 ആ ഒരു വർഷത്തിലാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നതും ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത് വഴിയാണ്, മിസ്റ്റർ സംറോജ് വഴിയാണ് ഞാൻ റെയിൽവേയിൽ ഇങ്ങനെ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റിന്റെ സ്റ്റാൾ ഉണ്ടെന്ന് അറിയുന്നത്. ആദ്യം എനിക്ക് പോകാൻ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പൊ എന്റെ ഫാമിലിയിൽ നിന്നും അതേപോലെ തന്നെ ഹസ്ബൻഡും പിന്നെ ഈ ഒരു സുഹൃത്തും ഒക്കെ അങ്ങനെ നിരന്തരം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ റെയിൽവേയിൽ പോയി അന്വേഷിച്ചു. എനിക്ക് സ്റ്റാള് കിട്ടി. അവിടുന്ന് മുതൽ ഇങ്ങോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. തിരക്കോട് തിരക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എണ്ണയിൽ തുടങ്ങി പിന്നീട് ഒരുപാട് പ്രോഡക്ട്സ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും അല്ലെ, സോപ്പ്, കൺമഷി, ലിപ് ബാം, അങ്ങനെ എന്തും ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പോൾ ഈ പ്രോഡക്ട്സിലേക്കൊക്കെ വന്നത് എങ്ങനെയാണ്? നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ പോക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചുണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടും. അങ്ങനെയാണ് ഞാൻ ലിപ് ബാം കണ്ടുപിടിച്ചത്. ഞാൻ പലരുടെ അടുത്തും ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരും പറഞ്ഞു തന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താണ് ഇന്ന് കാണുന്ന ലിപ് ബാമിലേക്ക് എത്തിയത്. ബീട്രൂട്ട് ഓയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്തത്. ഇന്ന് അതില് 5-8ഓളം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മകന് അലർജീന്റെ പ്രോബ്ലം വന്നു, പൊടി അടിച്ചാലും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇമ്മ്യൂണിറ്റി എന്റെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. എന്റെ ഡെലിവറി ഒക്കെ 6 മാസം 22 ദിവസം ആയപ്പോഴാണ് ഫസ്റ്റ് മൂത്ത ആളെ പ്രസവിച്ചത്. രണ്ടാമത്തെ ആളെ 8 മാസം ഞാൻ റെസ്റ്റ് എടുത്ത് പൂർത്തിയാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അലർജിയാണ് ഇയാളെ മെയിൻ പ്രശ്നം. ഇങ്ങനെ തുമ്മലൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. അങ്ങനെയാണ് ഞാൻ അലർജി മൈഗ്രെയിൻ ഓയിൽ കണ്ടുപിടിച്ചതും കഫഹാര എന്ന ഉൽപ്പന്നം കണ്ടുപിടിച്ചതും. അത് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും, അതുപോലെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അതിനെ കൊണ്ട് നല്ല ഗുണം കിട്ടിയപ്പോഴാണ് അതൊരു സെയിൽസിന് വേണ്ടിയിട്ട് വെച്ചത്. ഓരോ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ നെല്ലിക്ക ബ്രഹ്മി ലേഹ്യം മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞാലൊക്കെ മറന്നു പോകും. അപ്പൊ അവര് ഈ ബ്രഹ്മിയൊന്നും ഇടിച്ചു പിഴിഞ്ഞ് തേനിലൊന്നും ചാലിച്ചു കുടിച്ചാൽ കഴിക്കൂല. ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമാണ് നെല്ലിക്കയും ബ്രഹ്മിയും വെച്ചിട്ട് ഒരു ലേഹ്യം. ഇതിന് ശേഷം തേനൊക്കെ ആഡ് ചെയ്തിട്ട്, അപ്പൊ അത് ഹെൽത്തിയാണ്. അതിന് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഗുണങ്ങളാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ഈ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതിന് നമുക്ക് മൂല്യമുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് പറയുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു സമീറയ്ക്ക് നിരവധി മെസ്സേജുകളാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? അതായത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് പരിഹാരം കിട്ടി, നന്ദി പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ് ഒക്കെ. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? എത്ര സന്തോഷമുണ്ട്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അതാണ്. എനിക്കിപ്പോ നിലവില് ഞാൻ ശംഖുപുഷ്പത്തിന്റെ ഷാമ്പു ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് ഒരു കർഷക സംഘടന 2022 റെയിൽവേയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അവരുടെ ആ വർഷത്തെ സംരംഭക പുരസ്കാരം തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോ 2025 ഹോപ്പ് ഹരിത ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഷിക ചാരിറ്റബിൾ ട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അവരും എനിക്കൊരു ആദരവ് തന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതൊക്കെ സന്തോഷങ്ങളാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഉപരി സന്തോഷം എന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് നല്ല റിലീഫ് ഉണ്ടായി, നീ കാരണം ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും ആദരവും അത് തന്നെയാണ്. ശരിക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകാറുണ്ട് ചില കസ്റ്റമേഴ്സ് ഒക്കെ എന്റെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ.
പലർക്കും മെസ്സേജ് അയക്കാനും ഫീഡ്ബാക്ക് തരാനും മടിയാണ്, പക്ഷെ ചെയ്തു തരുന്ന ആൾക്കാരും ഉണ്ട്. ഉം ഉം ഉം. കുടുംബത്തിന്റെ സപ്പോർട്ട് കൊണ്ടും കൂടിയാണ് താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് വന്നതും. 2 ആൺമക്കളുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഉപ്പുപ്പായുടെ ആ തലമുറകളായിട്ട് കൈമാറി വന്ന അറിവൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു സന്തോഷം. ഏറ്റവും വിറ്റുപോകുന്ന പ്രോഡക്റ്റ് ഏതാണ് താങ്കളുടെ? എനിക്ക് തോന്നുന്നു ഹെയർ ഓയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത്. ഒരുപാട് ആൾക്കാര് താരൻ, മുടികൊഴിച്ചില്, അതേപോലെ തന്നെ മൈഗ്രെയിന്, നീരിറക്കം, ഉറക്കമില്ലാത്ത ഒരുപാട് ആൾക്കാര്, അവർക്കൊക്കെ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. റെയിൽവേയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടുത്തെ RPF ഓഫീസേഴ്സ്, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്സ്, അവരൊക്കെ എന്റെ പ്രൊഡക്ട്സ് മേടിച്ച് ഇന്നും എന്റെ കസ്റ്റമേഴ്സ് ആയിട്ട് ഉണ്ട്. ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെയാ. നമുക്ക് ഒരു 1.5 മാസം 3 മാസമൊക്കെയാണ് അവിടെ സ്റ്റാള് കിട്ടുക. പക്ഷെ ഇപ്പോഴും ഞാൻ അവിടെ എപ്പോ പോയി കഴിഞ്ഞാലും എനിക്ക് വല്ലാത്തൊരു വരവേൽപ്പ്. നമ്മളെ ഒരു തറവാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാരും കൂടെ സ്നേഹത്തോടെ നമ്മളെ അടുത്തേക്ക് വരൂലേ, ആ ഒരു ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അത് എന്റെ പ്രൊഡക്റ്റിനോടുള്ള എന്നോടുള്ള ഇഷ്ടമല്ല, അത് എന്റെ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ട് തീർച്ചയായും. അതിനോടുള്ള ഒരു ആദരവാണ് തരുന്നത്. മറ്റൊരു കാര്യം, സമീറ ബെഡ് റിഡൻ ആയി കിടന്ന ഒരാളാണ്. മരണക്കിടക്കയിൽ നിന്ന് പറന്നുയർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കിടന്ന ഒരാൾ, അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, അങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ അയ്യോ ബാക്കിയുള്ളവർക്ക് നമ്മളൊരു ബാധ്യതയായി മാറുമല്ലോ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അവനിനി ആരാ ഉള്ളത്, അങ്ങനെയൊക്കെയാണ് ചിന്ത. അവിടെ നിന്ന് മാറി ഒരു ഏണിംഗ് മെമ്പറായി മാറി സ്വന്തമായി പൈസ ഉണ്ടാക്കുന്ന, സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്ക് പോകാനൊക്കെ കഴിഞ്ഞ ഒരാളായി മാറി. അതിനെ എങ്ങനെയാണ് കാണുന്നത്? മറ്റുള്ളവരോട് ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് വന്നത്. അപ്പൊ ഞാനതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് നമുക്ക് അതിന് ഇപ്പൊ ചിലപ്പോ ആദ്യ കാലത്തൊക്കെ എന്റെ ഓയിൽ കരിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് കറ്റാർവാഴ ജെല്ല് നശിച്ചു പോയിട്ടുണ്ട്, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലാഭം നോക്കിയല്ല കാര്യങ്ങൾ ചെയ്തത്. ഞാൻ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ചെയ്തു. അതിന്റെ ഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ പണത്തിന്റെ പിറകെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റൂലായിരുന്നു. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല. എനിക്കും മക്കൾക്കും എന്റെ കുടുംബത്തിനും വേണ്ടി എന്ന രീതിയിലാണ് ഓരോ ബാച്ചും ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഞങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ അത് പാക്ക് ചെയ്യുള്ളൂ. ശരി. എന്തായാലും സമീറ, ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. ഒരുപാട് പ്രോഡക്ട്സ് ഒരുപാട് ആളുകളിലേക്ക്, നല്ല പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഒരുപാട് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ അത് ആളുകളിലേക്ക് ഇനിയും എത്തട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ന്യൂസ്18 ആകാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ ഇതിലേക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതിലും. QBG, ക്വീൻസ് ബിസിനസ് ഗ്ലോബൽ സന്ധ്യ, ഞങ്ങളുടെ സ്വന്തം സാൻഡി വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതേപോലെ തന്നെ എന്റെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്ന എനിക്ക് ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറ്റി, 2 വനിതാ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് ഉണ്ടായ അച്ചീവ്മെന്റ്സ് ആണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്തും എന്റെ ഫാമിലിന്റെ അടുത്തും പിന്നെ ന്യൂസ്18ന്റെ അടുത്തും QBG, അതുപോലെ ഒരുപാട് ഹരിതാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള സമുദ്രന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലും എന്നെ ഇതുവരെ സഹായിച്ച എല്ലാവരുടെ അടുത്തും ഞാൻ എന്റെ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സമീറ. ഇനി